ഇറക്കിയേക്കുന്നത് മാറ്റമൊന്നുമില്ല. എങ്കിലും ഭൂരിഭാഗമുള്ള എന്നെ വണ്ടിയെ നിർത്തിയിട്ടുണ്ട്. കണ്ടില്ലേ, അതിൻ്റെ സിമ്പിള് ഓണാണ്. കൈ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട്. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾ ഈ കാണുന്ന പോലെ ഹോണ്ടയുടെ ഏറ്റവും പുതിയ 110cc കാറ്റഗറിയിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സെയിലായപ്പെടുന്ന ആക്റ്റീവ 110 ഏറ്റവും പുതിയ മോഡലാണ്. 2025 മോഡലാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു റിവ്യൂ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് പേര് കാത്തിരുന്നൊരു വീഡിയോയും കൂടിയാണ് 110cc ആക്റ്റീവയുടേത്. കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യപ്പെടുന്ന വാഹനം, അതുപോലെ 110cc കാറ്റഗറിയിൽ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിൽ എടുക്കാൻ പറ്റിയ ഹോണ്ടയുടെ ഏറ്റവും നല്ലൊരു എഞ്ചിനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് നല്ല വണ്ടി. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ ഒരുപാട് പേരോട് ചോദിച്ചായിരുന്നു. 2025 മോഡൽ വന്നിട്ടുള്ളത്. ഫൈനലി 2025 മോഡൽ വന്നിട്ടുണ്ട്. അതുകൂടാതെ ആക്റ്റീവ 7G ആണോ എന്ന് പലരും ചോദിക്കുന്നുണ്ടായിരുന്നു. ഒരിക്കലുമല്ല, 7G എന്ന് പറഞ്ഞ മോഡൽ അല്ല വന്നിരിക്കുന്നത്. അങ്ങനെ ഒരു മോഡൽ പിന്നെ വരാൻ ചാൻസ് ഇല്ല. കാരണം ആക്റ്റീവ കണ്ടില്ലേ, ആക്റ്റീവ എന്ന് മാത്രമാണ് അമ്പലത്തിൽ കൊടുത്തിരിക്കുന്നത്. 110 കൊടുത്തിട്ടില്ല, 7G 6G ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഓണാക്കുവാണെങ്കിൽ ഞാൻ കൊണ്ടുവരുന്ന ഇതുപോലുള്ള എല്ലാ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നേരെ നമുക്ക് ആക്റ്റീവ 110ൻ്റെ റിവ്യൂയിലോട്ട് കിടക്കാം. അപ്പം ദേ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നു നിങ്ങൾ ഒരുപാട് പേര് ചോദിച്ച ആക്റ്റീവ 110 2025 മോഡൽ. അപ്പോൾ എനിക്ക് ഒരു വലിയ ഡിസപ്പോയിൻമെൻറ്റ് ഉള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഡിസൈനിൽ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഹോണ്ട വരുത്തിയിട്ടില്ല. എന്നാൽ കാര്യമായിട്ടുള്ള അപ്ഡേഷൻ കൊണ്ടുവന്നിട്ടുമുണ്ട്. അതെന്തൊക്കെയാണെന്ന് ആദ്യം ഞാൻ പറയാം. അപ്പോൾ അതിന് മുമ്പ് എനിക്കൊരു തോടുണ്ടായിരുന്നു. കാരണം 2025 എല്ലാ കമ്പനികളിലും പുതിയ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഹോണ്ടയും അതിന് പറ്റിയ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുമെന്ന് എനിക്ക് 110cc കാറ്റഗറിയിൽ കൊണ്ടുവരുമെന്ന് എനിക്കൊരു ചെറിയൊരു ആഗ്രഹം, അല്ലെങ്കിൽ എനിക്കൊരു വിശ്വാസമൊക്കെ ഉണ്ടായിരുന്നു. നിലവിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്നാൽ ഞാൻ ആഗ്രഹിച്ചതുപോലെ, എൻ്റെ ഒത്ത പോലെ ഒരു മാറ്റം ഈ വണ്ടിയിൽ കൊണ്ടുവന്നിട്ടില്ല. അത് സത്യമായിട്ട് തന്നെ തുറന്ന് പറയണം. കാരണം ഞാൻ ആഗ്രഹിച്ചതെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെയൊക്കെ ഈ ഡിസൈനിൽ കുറച്ചുകൂടെ ഒരു LED ലൈറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട്, ഒരു LED DRലൊക്കെ കൊണ്ടുവന്നിട്ട് കുറച്ചുകൂടെയൊക്കെ ഒരു പ്രീമിയം ആക്കുമെന്ന് എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം 110cc കാറ്റഗറിയിൽ TVS അവരുടെ വജ്രായുധമായിട്ടുള്ള 110 ജൂപ്പിറ്റർ 110 ഏറ്റവും പുതിയ അപ്ഡേഷനായിട്ടൊക്കെ വന്ന സമയത്ത് അതിൽ കൊണ്ടുവന്ന പോലെ പല മാറ്റങ്ങളും കൊണ്ടുവരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. ബട്ട് ഒന്നും കൊണ്ടുവന്നിട്ടില്ല. എന്നാൽ കൊണ്ടുവന്നിട്ടില്ലെന്ന് വെച്ചാൽ ഒന്നും കൊണ്ടുവന്നിട്ടില്ലെന്നല്ല, കൊണ്ടുവന്നിട്ടുണ്ട്. കാര്യമായിട്ടുള്ള മാറ്റങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം എൻ്റെ മാത്രമല്ല അഭിപ്രായം, ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഭൂരിഭാഗം പേരും കമൻറ്റ് ഇടുന്നതും അറിയേണ്ടതും ആക്റ്റീവ 110നെ പറ്റിയായിരുന്നു. 2025 മോഡൽ അതിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നു ഒരുപാട് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ദേ നിങ്ങളുടെ മുന്നിലിരിക്കുന്നു ആക്റ്റീവ 110. നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്തൊക്കെ മാറ്റങ്ങളാണ് ഫ്രണ്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളത്? ഫ്രണ്ടിൽ നോക്കി കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റ് LED ഹെഡ്ലൈറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അത് ആക്റ്റീവയുടെ സ്റ്റാൻഡേർഡ് മോഡലിൽ LED വരുന്നില്ലായിരുന്നു. എന്നാൽ DLX മോഡൽ LED തന്നെയായിരുന്നു. എങ്കിലും ആ ഡിസൈനിൽ ചെറിയ മാറ്റം കൊടുത്തിട്ടുണ്ട്. ഇതാണ് LED ലൈറ്റ്. അതിൻ്റെ ഒരു പവറും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. ഈ കണ്ടില്ലേ, നമ്മൾ ആക്റ്റീവ 125 കണ്ടതുപോലെ ഒരു ക്രോമിൻ്റെ ഫിനിഷ് ഇതിനുള്ളിൽ, അതായത് LED ലൈറ്റിൻ്റെ ഉള്ളിൽ ഒരു ക്രോമിൻ്റെ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, എൻ്റെ മൊബൈലിൻ്റെ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഒരു ക്രോമിൻ്റെ ഫിനിഷ് കൊടുത്ത് കുറച്ച് പ്രീമിയം ആക്കിയിട്ടുണ്ട്. എന്നാൽ ആക്റ്റീവ 125 വന്ന പോലെ ഈ ഭാഗങ്ങളിൽ ക്രോമിൻ്റെ ഫിനിഷൊന്നും കൊടുത്തിട്ടില്ല. ഇൻഡിക്കേറ്റർ വരുന്നത് സാധാ ഹാലജൻ ബൾബ് തന്നെയാണ്. ഈ കാണുന്ന പോലെ കണ്ടില്ലേ, അതിലും മാറ്റം വരുത്തിയിട്ടില്ല. ആ പഴയ ഡിസൈൻ തന്നെയാണ് നിലനിർത്തിയിരിക്കുന്നത്. പിന്നെ കവർ ഹാൻഡിലൊക്കെ നോക്കിയാൽ ബോഡി കളറിനോട് ചേരുന്ന കവർ ഹാൻഡിലും കാര്യങ്ങളൊക്കെയാണ്. ഹോണ്ട എന്നുള്ള ഒരു ബാഡ്ജിങ് കാണാം, നമ്പർ പ്ലേറ്റ് ഫിറ്റ് ചെയ്യുന്ന ഭാഗം. കൂടാതെ അണ്ടി സൈഡിലായിട്ട് ക്രോമിൻ്റെ ആ സെയിം, അതായത് 110 ആക്റ്റീവിൽ കണ്ട ആ സെയിം ക്രോമിൻ്റെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ആ ഡിസൈൻ്റെ കാര്യത്തിലൊക്കെ ക്ലാസിക് ടച്ച് അതേപോലെ നിലനിർത്തി, ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. നേരെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ, നമുക്കിതിന് മുമ്പ് ആക്റ്റീവ H സ്മാർട്ടിൽ മാത്രമായിരുന്നു അലോയ് വീൽ കിട്ടുന്നതെങ്കിൽ ഇനി തൊട്ട് എല്ലാ DLX മോഡലിലും നമുക്ക് അലോയ് വീൽ കിട്ടുന്നുണ്ട്. ഈ കാണുന്ന പോലെ കണ്ടില്ലേ, അലോയ് വീല് കിട്ടുന്നുണ്ട്. 90 12 വീല് കാര്യങ്ങളൊക്കെ വരുന്നത്. 12ൻ്റെയാണ് അലോയും കാര്യങ്ങളൊക്കെ വരുന്നത്. ടെലിസ്കോപ്പിക് സസ്പെൻഷൻ ഫ്രണ്ടിലായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സ്റ്റിൽ നോട്ട് ഡിസ്ക് ബ്രേക്ക് വന്നിട്ടില്ല. കണ്ടില്ലേ, ഡിസ്ക് ബ്രേക്ക് കൊടുത്തിട്ടില്ല. നമുക്ക് ആ പൈപ്പിൻ്റെ കളറൊക്കെ ആ ഒരു ഗ്രേ കളർ തന്നെയാണ് വരുന്നത്. ഹോണ്ടയുടെ സ്വന്തമായിട്ടുള്ള ടെക്നോളജി ആയിട്ടുള്ള കോംബി ബ്രേക്ക് സിസ്റ്റം ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നു. റിഫ്ലക്ടറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പാനൽസും കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ ആ പ്ലെയിൻ ആയിട്ടുള്ള ബോഡി കളർ എങ്ങനെയാണോ അങ്ങനെ തന്നെ വന്നിരിക്കുന്ന പാനൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെ ഈ വണ്ടിയുടെ ഡിസൈൻ നിലനിർത്തി, അതായത് ആ ക്ലാസിക് രീതി നിലനിർത്തിയോ അതേ രീതിയിലുള്ള ഡിസൈനിൽ ചെറിയ മാറ്റങ്ങൾ ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. സ്റ്റിൽ നോട്ട് നമുക്ക് സൈഡ് സ്റ്റാൻഡ് ഇൻബിൽറ്റ് വരുന്നില്ല. അത് നമുക്ക് എക്സ്ട്രാ വാങ്ങിച്ച് വെക്കണം. കാരണം 125cc ഡിയോ 125 അതുപോലെ ആക്റ്റീവ 125 മാത്രമാണ് സൈഡ് സ്റ്റാൻഡ് ഇൻബിൽറ്റ് ആയിട്ട് വരുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു മാറ്റം വന്നിരിക്കുന്നത് ഡിജിറ്റൽ മീറ്ററാണ്. കണ്ടില്ലേ, ഓഫ് ആക്കിയിട്ട് ഒന്ന് ഓണാക്കി കാണിച്ചു തരാം.
കണ്ടില്ലേ, ഈ കാണുന്ന പോലെ ഡിജിറ്റൽ മീറ്റർ കൊണ്ടുവന്നിട്ടുണ്ട്, അതായത് TFT ഡിസ്പ്ലേ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ഈ നല്ല വെട്ടമുള്ളപ്പോൾ വൈറ്റും, നമുക്ക് ഇവിടെ ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ബ്രൈറ്റ്നസ് മാറി ഡാർക്ക് മോഡിലോട്ട് മാറി കൺവെൻഷനായി, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള ഡിസ്പ്ലേ കൊണ്ടുവന്നിട്ടുണ്ട്. നേരത്തെ 125ൻ്റെ മീറ്ററിൽ ഈ മീറ്ററിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ലിങ്ക് താഴെ കൊടുത്തേക്കാം. ഇതിൻ്റെ മീറ്ററിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ അതിനകത്ത് കയറി നോക്കാം. എന്നാലും ജസ്റ്റ് ഒന്ന് പറയാം. ഫ്യൂവലിൻ്റെ വാണിങ്, ടോട്ടൽ കിലോമീറ്റർ, സ്പീഡ്, സെറ്റിങ്സിലോട്ട് പോകുന്ന ഇത്, ടൈം, RPM, എക്കോ ഇൻഡിക്കേഷൻ. ഇതാണ് ഈ മീറ്റർ കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ചസ് വരുന്നത്. അതൊക്കെ പഴയ നമ്മുടെ 2025 125 ചെയ്ത പോലെ തന്നെ റൈറ്റ് പ്രസ് ചെയ്യുവാണെങ്കിൽ എൻ്റർ, റിവേഴ്സ് പ്രസ് ചെയ്യുവാണെങ്കിൽ ബാക്ക്. കണ്ടില്ലേ, ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഫ്യൂവലിനകത്ത് കയറി കഴിഞ്ഞാൽ റേഞ്ച് എന്നുള്ള ഓപ്ഷൻ ഇടുവാണെങ്കിൽ നമ്മുടെ വണ്ടി എത്ര കിലോമീറ്റർ ഓടുന്നുള്ളത് കാണിക്കും. നമ്മുടെ വണ്ടിയുടെ ടാങ്കിനകത്ത് ഇറങ്ങുന്ന പെട്രോൾ കൊണ്ട് എത്ര കിലോമീറ്റർ ഓടുന്നുള്ളത് കാണിക്കും. അതുപോലുള്ള ഫീച്ചേഴ്സ്, ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂവും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോസിൽ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, ഒരുപാട് ഇൻഫർമേഷൻ ഇനി അതിൽ കൊടുത്തിട്ടുണ്ട്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി സ്റ്റിൽ നമ്മുടെ DLX മോഡലിൽ വരുന്നില്ല. കാരണം സ്മാർട്ട് മോഡലിലാണ് ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും കാര്യങ്ങളെല്ലാം ഹോണ്ട പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നോക്കി ടോട്ടൽ കിലോമീറ്റർ, ഈ ഫുൾ സെറ്റിങ്സ് ബാക്ക് ഇറങ്ങി കഴിഞ്ഞാൽ താപ്പോട്ട് ടോട്ടൽ കിലോമീറ്റർ, ലൈവ് മൈലേജ്, ട്രിപ്പ് എ, ട്രിപ്പ് ബി, ട്രിപ്പ് എയുടെ ആവറേജ് മൈലേജ്, ട്രിപ്പ് ബിയുടെ ആവറേജ് മൈലേജ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. പിന്നെ ആവറേജ് സ്പീഡും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു മീറ്റർ ഈ ഒരു ജോയ്സ്റ്റിക്ക് അതും കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ഈ സൈഡിൽ ഡിമ്മർ ബ്രൈറ്റ്, ഫാസ്റ്റ് ലൈറ്റ്, ഇൻഡിക്കേറ്റർ, ഹോൺ, ഡീസൻ്റ് ആയിട്ടുള്ള ഹോൺ തന്നെയാണ്. ഈ സൈഡിൽ എഞ്ചിൻ, അതായത് നേരത്തെ ഇവിടെ എഞ്ചിൻ ഗിയർ സ്വിച്ച് ആയിരുന്നു, ഇപ്പം നമുക്ക് എഞ്ചിൻ ഗിയർ സ്വിച്ച് മാറിയിട്ട് സെൽഫ് വിത്ത് ഓട്ടോ സ്റ്റോപ്പ് സിസ്റ്റത്തിൻ്റെ ആ ഒരു സ്വിച്ചും കൊടുത്തിട്ട് അതിൻ്റെയാണ് ഈ A എന്നുള്ളതും ഓഫ് എന്നുള്ളതുള്ള ആ ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ വേറൊരു മാറ്റം വന്നിരിക്കുന്നത് നമുക്ക് കണ്ടില്ലേ, ഒരു USB-C പോർട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. എയർപോർട്ടല്ല വന്നിരിക്കുന്നത്, USB-C പോർട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അത് ഒരു റബ്ബറിൻ്റെ കവറിങ് കൊടുത്ത് സേഫ്റ്റി ആക്കി വെച്ചേക്കുന്നു. പിന്നെ എടുത്തു പറയേണ്ട ഒരു മാറ്റം വന്നിരിക്കുന്നത്, നമുക്ക് ആദ്യമായിട്ട് ആക്റ്റീവയിൽ ഗ്ലോ ബോക്സ് വന്നിരിക്കുന്നത്. നേരത്തെ ഇതിനു മുമ്പുള്ള 125cc കാറ്റഗറിയിൽപ്പെടുന്ന സ്കൂട്ടറുകൾക്കാണ് ഗ്ലോ ബോക്സ് വരുന്നതെങ്കിൽ ഇതേ കണ്ടില്ലേ, ആക്റ്റീവയ്ക്ക് ഗ്ലോ ബോക്സ് വന്നിരിക്കുന്നു. 110cc ആക്റ്റീവയ്ക്കും ഗ്ലോ ബോക്സ് വന്നിരിക്കുന്നു. നമുക്ക് അത്യാവശ്യം ഒരു മൊബൈലോ അല്ലെങ്കിൽ ഡോക്യുമെന്റ്സോ കാര്യങ്ങളൊക്കെ വെക്കാൻ രീതിയിലുള്ളൊരു വലുപ്പം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നേരത്തെ ആക്റ്റീവയിൽ നമ്മൾ ഹോണ്ട ഇറക്കുന്നില്ലായിരുന്നു, ആഫ്റ്റർ മാർക്കറ്റായിട്ട് വാങ്ങിച്ച് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതും ആയിരുന്നു. അതിന് പോലെ ഇപ്പം ഇൻബിൽറ്റ് ഇത് വന്നിരിക്കുന്നു. ബാക്കിലേക്കുള്ള ഡിസൈനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് ഞാൻ പറയേണ്ട കാര്യമില്ല, ആ സെയിം നമ്മൾ 2024 എന്ത് കണ്ടോ അത് തന്നെ ബാക്കിലായിട്ട് പെട്രോൾ ഫില്ല് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഇത് ഓപ്പൺ ചെയ്യുന്നത് ഫ്രണ്ടിൽ തന്നെയാണ്, കീ തന്നെയാണ്. കണ്ടല്ലേ, ഈ ടൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. 5.3 ലിറ്ററാണ് ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. ടെയിലൈറ്റ് എല്ലാം ആ സെയിം ഹാലജൻ ബൾബ് തന്നെയാണ് വരുന്നത്. ജസ്റ്റ് കാണിക്കാം, കണ്ടില്ലേ, ഹാലജൻ ബൾബ് തന്നെയാണ് വരുന്നത്, അതിൽ മാറ്റം വരുന്നില്ല. നമുക്ക് സ്മാർട്ട് മോഡലിൽ കിക്കർ വരുന്നില്ല, എന്നാൽ നമുക്ക് DLX മോഡലിൽ കിക്കറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബാക്കിലായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ആ ഒരു ഷോക്കും കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത്. സൈലൻസ് സ്റ്റാർട്ട് അടക്കമുള്ള ഹോണ്ടയായിട്ടുള്ള ESP ടെക്നോളജി എല്ലാം യൂസ് ചെയ്യുന്ന വാഹനം കൂടിയാണ്. ബാക്കിലത്തെ ബോഡിയിൽ നമുക്ക് ആക്റ്റീവ എന്ന് എഴുതിയ 3D എംബ്ലവും കാണാം. നേരെ നമുക്ക് സൈലൻസറൊക്കെ സെയിം തന്നെ കൊടുത്തിരിക്കുന്നു. പിന്നെ ഏറ്റവും പുതിയ OBD2B എഞ്ചിനാണ് വന്നിരിക്കുന്നത്. അതിനായിട്ടുള്ള ഒരു സെൻസർ കണ്ടില്ലേ, ഈ കാണുന്നത് ആ ഒരു സെൻസറാണ്. അപ്പോൾ പഴയ 2024 മോഡൽ, അതായത് OBD2A മോഡലുകൾക്ക് ആ സെൻസർ വരുന്നില്ലായിരുന്നു. ഈ വണ്ടിയിൽ ആ ഒരു സെൻസർ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ എടുത്തു പറയേണ്ട മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ബാക്കിലെ വീല് അതും അലോയ് തന്നെയാണ് വരുന്നത്. 10 ഇഞ്ചിൻ്റെയാണ് വീല് വരുന്നത്, 12 ഇഞ്ചിൻ്റെ അലോയ് കൊണ്ടുവന്നിട്ടില്ല. ആ സൈസ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് 90, 100, 10ൻ്റെയാണ് ആ ഒരു വീലും കാര്യങ്ങളൊക്കെ വരുന്നത്. ട്യൂബ്ലെസ് തന്നെയാണ് വരുന്നത്, അതിൽ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. ഇനി നേരെ ഡിക്കി, ഇതിലെന്തെങ്കിലും അപ്ഡേഷൻ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ഒരുപാട് പേര് ചോദിച്ചായിരുന്നു. നിങ്ങൾ ഈ കാണുന്ന പോലെ കണ്ടില്ലേ, ഡിക്കിയിലും അത്ര വലിയ അപ്ഡേഷനും കാര്യങ്ങളും കൊണ്ടുവന്നിട്ടില്ല. സെയിം തന്നെയായിട്ടുള്ള സ്പേസും കാര്യങ്ങളൊക്കെ, ഒരു ഫുൾ ഫേസ് ഹെൽമെറ്റ് ഇരിക്കുന്ന രീതിയിലുള്ള ആ ഒരു സ്പേസും കാര്യങ്ങളൊക്കെയാണ് ബാക്കിലും കൊടുത്തിരിക്കുന്നത്. നിലവിൽ 110cc കാറ്റഗറിയിൽ മത്സരിക്കുന്നത് ജൂപ്പിറ്ററുമായിട്ടാണ്. ജൂപ്പിറ്റർ 110 ആണ്. അത് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഡിക്കിയുടെ സ്പേസ് ഒരുപാട് കുറവാണ്. എന്നാൽ സീറ്റിൻ്റെ കംഫർട്ടും കാര്യങ്ങളൊക്കെ ബെറ്റർ ഹോണ്ടയ്ക്കാണ്. എഞ്ചിനും എല്ലാം ബെറ്റർ ഹോണ്ടയ്ക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ആ കാര്യത്തിലൊന്നും പേടിക്കാനേ ഇല്ല. അടുത്തതായിട്ട് ഇതിൻ്റെ ഒരു മൈലേജും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് ഈ വണ്ടിക്ക് കിട്ടാൻ പോകുന്നത് ഏകദേശം 65-70 അടുപ്പിച്ചുള്ള മൈലേജും കാര്യങ്ങളൊക്കെയാണ്
അതുകൂടാതെ പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിലുള്ള വണ്ടികൾക്കാട്ടിൽ ഏകദേശം 10,000 രൂപ കൂടുതൽ. അതായത് ഇപ്പോൾ നമുക്ക് 1,07,000 രൂപയ്ക്ക് ഇറക്കാൻ പറ്റുന്ന മോഡലാണെങ്കിൽ പുതിയ മോഡൽ നമുക്ക് 1,15,000 രൂപയ്ക്കകത്തായിരിക്കും ഓൺ റോഡ് പ്രൈസ് ഫുൾ ഫിറ്റിങ്സിൽ നമുക്കിനി തൊട്ട് ഇറക്കാൻ പറ്റുന്നത്. എച്ച് സ്മാർട്ട് മോഡലിൽ ഞാൻ പറഞ്ഞ പോലെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കളറുകളിൽ ഒരുപാട് വ്യത്യാസങ്ങളോ കാര്യങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല. നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന PS ബ്ലൂ ഉണ്ട്, സാധാ ബ്ലൂ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, റെഡ് ഉണ്ട്, വൈറ്റ് ഉണ്ട്. ഇത്രയും കളറിലാണ് പുതിയ മോഡലും കിട്ടുന്നത്. കാരണം പഴയ മോഡലിലുള്ള ആ സെയിം കളർ തന്നെ വന്നിരിക്കുന്നത്. കാരണം ആക്റ്റീവ് 125 ഡിയോ 110 വന്ന സമയത്ത് അതിൽ കളറിലുള്ള അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഡീപ്പ് ഗ്രൗണ്ട് ഗ്രേ എന്ന് പറഞ്ഞ കളറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ നിലവിൽ നമുക്ക് ആ ഒരു കളറും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ഇനി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതുമാണ്. അങ്ങനെ ഫൈനലി നമ്മുടെ ആക്റ്റീവ 110 കിട്ടിയിരിക്കുകയാണ്. 2025 മോഡല്. അപ്പം നിങ്ങൾ കാണുന്ന പോലെ മീറ്റർ, വണ്ടി, ഇതൊക്കെയാണ്. ഒരു വലിയ ഡിസപ്പോയിൻമെൻറ്റ് എന്താണെന്ന് വെച്ചാൽ വണ്ടിയൊക്കെ കൊള്ളാം. അതായത് ആ പഴയ വണ്ടി ആ ഡിസൈൻ തന്നെയാണ് നിലനിർത്തിയേക്കുന്നത്, മാറ്റമൊന്നുമില്ല. എങ്കിലും ഭൂരിഭാഗമുള്ള എന്നെപ്പോലുള്ള ആൾക്കാരും വിചാരിച്ചിരുന്നത് 2025 മോഡൽ ആക്റ്റീവ വരുന്ന സമയത്ത് പലർക്കും ഇത് 7G എന്നാണ് അറിയപ്പെടുന്നത്. 7G വന്നോ ഭൂരിഭാഗം കമൻറ്റും വരുന്നത്. എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് അറിയാനും, അതായത് നിലവിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യപ്പെടുന്ന വാഹനമാണ് ആക്റ്റീവ എന്നുള്ളത്. അപ്പോൾ അതിനെ ബീറ്റ് ചെയ്തുകൊണ്ടാണ് TVS പുതിയ ജൂപ്പിറ്ററും കാര്യങ്ങളൊക്കെ ഇറക്കിയത്. അപ്പോൾ അങ്ങനെ ഒരു പുതിയ ജൂപ്പിറ്റർ വന്ന സമയത്ത് അതിൻ്റേതായിട്ടുള്ള ടെക്നോളജി അത്രയും ന്യൂജനുമായിട്ടുള്ള ഒരു വണ്ടിയാണ് അവർ ഇറക്കിയത്. അപ്പം അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ഹോണ്ടയുടെ പല വാഹനങ്ങളും 2025 മോഡലും നേരത്തെ വന്നിട്ടുണ്ട്. ഇത് ഇത്ര ലേറ്റ് ആയപ്പോൾ ഞാൻ വിചാരിച്ചത് ഈ വണ്ടിയുടെ പുതിയ അപ്ഡേഷൻ, അതായത് ഏറ്റവും പുതിയ അപ്ഡേഷൻ വരുന്ന സമയത്ത് കുറച്ചുകൂടെയൊക്കെ ഒരു ഗിമിക്കും കാര്യങ്ങൾ, ഗിമിക്കും മീൻസ് നമുക്ക് TVS ജൂപ്പിറ്റർ കാണുമ്പോൾ ഫ്രണ്ടിലത്തെ ആ ഒരു നമ്മുടെ DRL വരുന്നതും അതേപോലെ ബാക്കിലത്തെ ടൈലൈറ്റിൻ്റെ DRL വരുന്നതും കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ലെവൽ തന്നെ വേറെ ആയിക്കോളും. അപ്പോൾ ഇതും അങ്ങനെ അത്ര ലെവലിൽ വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ അതിൻ്റെ കാര്യത്തിൽ വെരി വെരി ബിഗ് ഡിസപ്പോയിൻമെൻറ്റ് എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക്, ഈ വണ്ടിയുടെ റിവ്യൂ കാത്തിരിക്കുന്ന ഒരുപാട് പേർക്ക്, അല്ലെങ്കിൽ എടുക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് പേർക്ക് അതൊരു വലിയ ഡിസപ്പോയിൻമെൻറ്റ് തന്നെയാണ്. അപ്പം എനിക്ക് പേഴ്സണലായിട്ട് ഈ ഡിസൈനോട്, അതായത് ക്ലാസിക്കൽ ഡിസൈനാണ്, ഈ ഡിസൈൻ തന്നെയാണ് കൊണ്ടുവരേണ്ടത്. ഈ ഡിസൈനെ തന്നെ അവർക്ക് ചെറിയ ചെറിയ എലമെൻ്റ് ഒക്കെ ഫ്രണ്ടിലായിട്ട് മാറ്റം വരുത്തായിരുന്നു. ലൈക്ക് LED DRLS, അതുപോലെ LED ടൈലൈറ്റ്, അങ്ങനെ കൊണ്ടുവന്നിട്ടില്ല. ഹോണ്ടയാണ് ഞാൻ പറഞ്ഞ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യപ്പെടുന്ന വാഹനങ്ങളുണ്ട്. പിന്നെ 110 ഇപ്പോൾ കൊണ്ടുവരുന്ന ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ ഈ ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. കൂടാതെ ഐഡിയൽ സ്റ്റോപ്പ് സിസ്റ്റം നമുക്ക് ഈ മോഡലിലും കൊണ്ടുവന്നിട്ടുണ്ട്. അതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്നുള്ളത് ജസ്റ്റ് കാണിക്കാം. നമ്മൾ ഓടിച്ച് വന്ന് നിർത്തി, ഐഡിയൽ സ്റ്റോപ്പ് സിസ്റ്റം ഓണാണ്. ഇപ്പോൾ വണ്ടിയെ നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ അതിൻ്റെ സിമ്പിള് ഓണാണ്. കൈ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടായി. ഇതാണ് ഐഡിയൽ സ്റ്റോപ്പ് സിസ്റ്റം വരുന്നത്. നിലവിൽ നമുക്ക് ആക്റ്റീവയിൽ മാത്രമല്ല, നേരത്തെ വരുന്ന 2024 മോഡലിൽ ഇപ്പോൾ ആക്റ്റീവ 110 SP 125 അതേപോലെ ഇപ്പോഴത്തെ പുതിയ ഡിയോ 110 ഇപ്പോൾ ആക്റ്റീവ 110 ആ ഒരു സെയിം ടെക്നോളജി കൊണ്ടുവന്നു, ഐഡിയൽ സ്റ്റോപ്പ് സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടല്ലേ ഇങ്ങനെ സ്റ്റാർട്ടാകും. ഇതാണ് ഇപ്പോൾ അതിൻ്റെ ഒരു വർക്കിംഗ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് കൊണ്ട് നിർത്തി കഴിയുമ്പോൾ ഓഫാകുന്ന സമയത്ത് എന്നുള്ളത് ഇങ്ങനെ മിന്നാൻ തുടങ്ങും. കൈ കൊടുത്ത് വണ്ടി സ്റ്റാർട്ടാക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഓടിച്ചു നോക്കിയിട്ട് എനിക്ക് കിട്ടിയൊരു ഇതെന്താ ഫീൽ എന്ന് പറയുന്നത്. സസ്പെൻഷനും കാര്യങ്ങളെല്ലാം പഴയ പോലെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഹാർഡായിട്ടുള്ള ഷോക്കും അതൊക്കെ മാറ്റി കുറച്ചുകൂടെ സോഫ്റ്റ് ആക്കിയിട്ടുണ്ട്. ഷോക്കിങ്ങിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ടുണ്ട്. റൈഡിങ്ങിൻ്റെ കാര്യത്തിൽ ആ സെയിം കംഫോർട്ട് തന്നെയാണ് കിട്ടുന്നത്. കാരണം ഡയമെൻഷനിലോ കാര്യങ്ങളൊന്നും മാറ്റം വരുത്തിയിട്ടില്ല. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ആ ഹോണ്ടയുടെ എഞ്ചിനാണ്. ആ റിഫൈൻമെൻറ്റ് ഇപ്പോഴും കിട്ടുന്നുണ്ട്. ആ ഒരു ഫ്രഷ് ഫീൽ കിട്ടുന്നുണ്ട്. അപ്പം അത്ര സ്മൂത്തായിട്ടുള്ള ആ ഒരു റൈഡിങ് കംഫർട്ടും കാര്യങ്ങളെല്ലാം ഇതിലും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഓടിച്ചു നോക്കിയിട്ട് എനിക്ക് കിട്ടിയ ഒരു റിവ്യൂ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ആക്റ്റീവ 110 ഒരു ഡീറ്റെയിൽ ആയിട്ട് ഒരു റിവ്യൂവും കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ ഈ വണ്ടിയെ പറ്റിയുള്ള അഭിപ്രായം കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ താഴെ കമൻറ്റ് ചെയ്യുക. എൻ്റെ കൂട്ടുകാരൊക്കെ ഒരുപാട് പേര് കാത്തിരുന്നൊരു വണ്ടിയും കൂടിയാണ് ഈ കാണുന്ന പോലെ. ഇതാണ് ഇതിനൊരു മെയിനായിട്ടുള്ളത് അപ്ഡേഷനും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് വണ്ടി ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതുകൂടാതെ നമുക്ക് ഇന്ന് ഈ വണ്ടി പരിചയപ്പെടുത്താൻ തന്നിരിക്കുന്നത് കോന്നിലെ മുത്തൂറ്റ് ഹോണ്ടയാണ്. അവിടുത്തെ ഒരു എക്സിക്യൂട്ടീവ് നമ്പറും കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുന്നുണ്ട്. ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനോ വാങ്ങിക്കാനോ ഒക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ നമ്പറിൽ വിളിച്ചാൽ അതിനൊക്കെ സാധിക്കുന്നതുമാണ്. ഇനിയും അടുത്തൊരു വീഡിയോയിൽ കാണുന്നതിനും വരെ ബൈ.